ഹായ് ഡിയേഴ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോളെ സ്കൂൾ ബസ്സിൽ കയറ്റി കൊടുത്തിട്ട് വന്നതാണേ. അവൾ എന്നോട് ഇടയ്ക്ക് ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അമ്മയ്ക്ക് സുഖമായിട്ട് വെറുതെ ഇരിക്കാമല്ലോ, ഒരു പണിയും ഉണ്ടാവില്ല എന്ന്. അത് കേൾക്കുമ്പോൾ ചിരിയും വരും, ഒപ്പം തന്നെ ചെറിയൊരു സങ്കടവും വരും. മോളെ സ്കൂൾ ബസ്സിൽ കയറ്റി കൊടുക്കുന്നത് വരെയുള്ള ഓട്ടപ്പാച്ചിൽ മാത്രമാണല്ലോ അവർ കാണുന്നത്. അതുകൊണ്ട് അവരെ കുറ്റം പറയാൻ പറ്റില്ല. ശരിക്കുള്ള പണികൾ അവർ പോയി കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ തുടങ്ങുന്നത്. ഇത് നോക്കി രാവിലത്തെ അടുക്കളയുടെ ഒരു അവസ്ഥയാണിത്. ഓരോ പണി ചെയ്യുമ്പോഴും അപ്പോഴത്തെ പാത്രങ്ങൾ അപ്പം തന്നെ അങ്ങോട്ട് കഴുകിയെടുത്താൽ മതി. അപ്പം ഇങ്ങനെ പാത്രങ്ങൾ കുന്നുകൂടില്ല കഴുകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ രാത്രി അലർജിയുടെ മെഡിസിൻ കഴിക്കുന്നതുകൊണ്ട് തന്നെ രാവിലെ എനിക്ക് നേരത്തെ എഴുന്നേൽക്കാൻ പറ്റണില്ല. അതിൻ്റെ ആ ഒരു സഡേഷൻ വിട്ടുപോയിട്ടുണ്ടാവില്ല. അപ്പോൾ എങ്ങനെയെങ്കിലും കുക്കിംഗ് വേഗം കണ്ട് തീർക്കട്ടെ എന്ന് കരുതിയിട്ട് പാത്രങ്ങളൊക്കെ അവിടെ തന്നെ അങ്ങോട്ട് കൂട്ടി വെക്കും. കഴുകാനുള്ള പാത്രങ്ങളൊക്കെ കുക്കിംഗ് വേഗം അങ്ങ് തീർക്കാനാണ് ഞാൻ നോക്കാറ്. ഈ പാത്രങ്ങൾ അങ്ങോട്ട് കഴുകി ഒതുക്കി എടുത്തു വെച്ചാൽ തന്നെ അടുക്കള പകുതി വൃത്തിയായതുപോലെ തോന്നും കേട്ടോ. ഞാനിടയ്ക്ക് ചിന്തിക്കാറുണ്ട്, ഈ പുറത്ത് ജോലിക്ക് വേണ്ടി പോകുന്ന വീട്ടമ്മമാരുണ്ടല്ലോ, അവരുടെ കാര്യങ്ങൾ. കാരണം വീട്ടിലെ പണികൾ ചെയ്യണം, അത് കഴിഞ്ഞിട്ട് ഓഫീസിൽ പോകണം, തിരിച്ച് വന്നാലും എന്തെങ്കിലുമൊക്കെ പണികൾ കാണുമല്ലോ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ എനിക്കിതൊക്കെ സുഖമായിട്ടാണ് എനിക്ക് തോന്നാറ്. പക്ഷെ ഞാനിപ്പോൾ എനിക്ക് വയ്യാത്തത് കൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ പണികളൊക്കെ പെൻഡിങ്ങിലാക്കി വെച്ച് ചെയ്യുന്നത്. ആദ്യമൊക്കെ ഞാൻ എൻ്റെ പണിക്ക് വേണ്ടി ഒരു ടാർജറ്റ് ടൈമും ഞാൻ വെക്കും. അതല്ലെങ്കിൽ 8:30 ആകുമ്പോഴത്തേന് എൻ്റെ സകല പണികളും തീർക്കണം എന്നുള്ളതൊരു ടാർജറ്റ് വെച്ചിട്ട് ആ 8:30 ആകുമ്പോഴത്തേന് എൻ്റെ പണികളൊക്കെ തീർത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മുടെ ശാരീരിക നില ഇപ്പോൾ കുറച്ച് പ്രശ്നമായതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പോകുന്നത്. അപ്പോൾ ഇനി ഈ പാത്രങ്ങളൊക്കെ എന്നിട്ട് കഴുകിയെടുക്കട്ടെ. ഇന്നിപ്പോൾ ടാപ്പ് തുറന്നാൽ വെള്ളം വരും. സിങ്കിൻ്റെ അടുത്ത് നിന്നിട്ട് നമുക്ക് പാത്രം കഴുകാം. പക്ഷേ ഈ പാത്രമൊക്കെ കഴുകുമ്പോഴേ എപ്പോഴും ഞാൻ ആലോചിക്കും എൻ്റെ അമ്മയും മേമാരൊക്കെ ജീവിച്ചിരുന്ന കാലം. ഞങ്ങൾ പണ്ട് കൂട്ടുകുടുംബമായിരുന്നു എൻ്റെ വീട്ടിൽ. അപ്പോൾ വീടിൻ്റെ അടുക്കളയ്ക്ക് അടുത്ത് തന്നെ ഒരു തെങ്ങുണ്ടായിരുന്നേ. അപ്പോൾ ആ തെങ്ങിൻ തടത്തിൻ്റെ അവിടെ ഇരുന്നിട്ടാണ് പാത്രം കഴുകുക. ആ തെങ്ങിൻ തടത്തിൻ്റെ അവിടെ ഇങ്ങനെ ചാക്കൊക്കെ വിരിച്ചിട്ട് നല്ല വൃത്തിയാക്കും. എന്നിട്ട് ഒരുപാട് പാത്രങ്ങൾ കഴുകാനുണ്ടായിരിക്കും. അപ്പോൾ ഒന്നല്ലെങ്കിൽ അമ്മ പാത്രം തേച്ച് കൊടുക്കും, ഈ സോപ്പൊക്കെ ഇട്ട് തേച്ച് കൊടുക്കും, ഒരു മേമ പാത്രം കഴുകും. അപ്പോൾ അവിടെ തന്നെയാണ് കിണറുണ്ട്. അപ്പോൾ കിണറ്റിൽ നിന്ന് ഒരു മേമ വെള്ളം കോരിയിട്ട് പാത്രം കഴുകാനുള്ള വെള്ളം വലിയൊരു വട്ടച്ചെമ്പിലേക്ക് വെള്ളം നിറച്ച് കൊടുക്കും. അപ്പോൾ 3 മേന്മാരാണ് ഉള്ളത്. അപ്പോൾ ഒരു മേമ ഈ സമയത്ത് അടുക്കള വൃത്തിയാക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇവർ 4 പേരും കൂടിയിട്ടാണ് വീട്ടിലെ പണികളൊക്കെ ചെയ്യുക. അപ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, ഇന്ന് എന്തൊരു സുഖമാണ്. ഇന്നിപ്പോൾ എല്ലാവരും വേറെ വീടൊക്കെ വെച്ചു, എല്ലാവർക്കും ഇതുപോലെ സൗകര്യങ്ങളൊക്കെ ആയി. പക്ഷേ ഇന്നിപ്പോൾ ആരും അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഞാനടക്കം ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. നമുക്കെല്ലാവർക്കും സൗകര്യങ്ങളാണ് വേണ്ടത്. പക്ഷെ എന്നാലും ശരി, ഞാൻ അവിടേക്കൊക്കെ പോകുമ്പോൾ, നമ്മൾ ജനിച്ച് വളർന്ന സ്ഥലമല്ലേ, അപ്പോൾ അവിടേക്ക് പോകുമ്പോൾ എനിക്കതൊക്കെ ഇങ്ങനെ മിസ് ചെയ്യും കേട്ടോ. അപ്പോൾ എപ്പോഴും ഇടയ്ക്ക് അമ്മയും മേന്മാരൊക്കെ പറയും അതൊക്കെ ഒരു രസമായിരുന്ന കാലമായിരുന്നു, അതൊക്കെ തന്നെയായിരുന്നു നല്ലതെന്ന് അവരും ഇങ്ങനെ പറയും. ഞാൻ അടുക്കള പണി ചെയ്യുക, PSCയുടെ ഏതെങ്കിലുമൊക്കെ യൂട്യൂബ് ക്ലാസ് ഫോണിൽ ഓൺ ചെയ്ത് വെച്ചിട്ട് അതും കേട്ടിട്ടാട്ടോ പണികളൊക്കെ ചെയ്യുക. കറണ്ട് അഫയേഴ്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ജോഗ്രഫി ഏതെങ്കിലുമൊക്കെ ഞാൻ ഫോണിൽ ഓൺ ചെയ്തിടും. എന്നിട്ട് അതും കേട്ടിട്ടാണ് ഞാൻ എൻ്റെ പണികൾ ചെയ്യുക. ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരു ബിന്ദേച്ചി ഉണ്ട് കേട്ടോ. ബിന്ദേച്ചിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ആൾ നന്നായിട്ട് പാട്ട് പാടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ആൾ ഈ അടുക്കളയിലൊക്കെ പണികൾ ചെയ്യുമ്പോൾ അടുക്കളയിലൊരു FM റേഡിയോ ഉണ്ട്. ആ FM റേഡിയോ ഓൺ ചെയ്തിട്ടാണ് ആൾ പണികളൊക്കെ ചെയ്യുക. അപ്പോൾ ഈ പണികളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പോകുമ്പോൾ FM റേഡിയോ ഓഫാക്കും. അപ്പോൾ അവിടുന്ന് നല്ല പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവും, ആ ബിന്ദേച്ചി പണി ചെയ്യാൻ വേണ്ടി അടുക്കളയിലേക്ക് വന്നിക്കണല്ലോ എന്നുള്ളത്. അപ്പോൾ നല്ല നല്ല പാട്ടുകൾ അവിടെ നിന്ന് കേൾക്കാം കേട്ടോ. ഈ റേഡിയോ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് പഴയ മെമ്മറീസാട്ടോ മനസ്സിലേക്ക് വരുന്നത്. പണ്ട് സമയം നോക്കാൻ വീട്ടിൽ ക്ലോക്ക് ഉണ്ടെങ്കിലും ശരി, സമയം അറിയാൻ ക്ലോക്കിലേക്ക് നോക്കില്ല, റേഡിയോയിലെ പ്രോഗ്രാമുകളാണ് കേൾക്കുക. സ്കൂളിലേക്ക് പോകുമ്പോൾ ഈ കുളിക്കാൻ വേണ്ടിയിട്ട് അമ്മ രാവിലെ എണീറ്റിട്ടുണ്ടെങ്കിൽ തന്നെ പറയും പോയി കുളിക്കുന്നൊക്കെ. പക്ഷെ അങ്ങോട്ട് നടന്നിട്ട് അങ്ങനെ സമയം കളയും. പക്ഷേ 7 മണിയുടെ സംസ്കൃത വാർത്ത അങ്ങോട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ മനസ്സിനൊരു ചൂട് കയറും, അയ്യോ 7 മണി ആയില്ല, ഇനി വേഗം പോയി കുളിക്കട്ടെ എന്നുള്ളത്. അതുവരെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് നേരം കളയും ഞാൻ. പിന്നെ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 8 മണിക്ക് ഒരു ചലച്ചിത്ര ഗാനം ഉണ്ടായിരുന്നല്ലോ. ഈ ചലച്ചിത്ര ഗാനങ്ങൾ അങ്ങോട്ട് കഴിഞ്ഞ് ഒരു 2 പാട്ടൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങും. അപ്പോഴത്തേക്കും 8:20 ബസ്സിനായിരുന്നു ഞാൻ സ്കൂളിലേക്ക് പോയിരുന്നത്. അപ്പോൾ വേഗം അവിടെ നിന്ന് ആ 2 പാട്ട് കേൾക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ വേഗം ഓടണം. അങ്ങനെ ഒരു സമയമൊക്കെ അന്ന് ഈ റേഡിയോയിലത്തെ ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ നോക്കിയിട്ടായിരുന്നു സമയങ്ങളൊക്കെ ഞാൻ നോക്കി വെച്ചിരുന്നത്. പറഞ്ഞതേ ഒരുപാട് വിശേഷങ്ങളായില്ലേ. ഇപ്പോൾ ഇതാ എൻ്റെ അടുക്കലും പെറുക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഇനി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇതൊരു ഷേപ്പ് ചെയ്യാനുള്ള ചുരിദാറാണ്. ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ 50 രൂപ അങ്ങനെയൊക്കെ വാങ്ങിക്കാറുള്ളൂ. പക്ഷേ ഇതിൻ്റെ കൈയും എല്ലാ ഭാഗങ്ങളൊക്കെ അഴിച്ചെടുത്തിട്ട് നമ്മൾ ആദ്യം മുതൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിതിനൊരു 150 രൂപയൊക്കെ ഞാൻ വാങ്ങിക്കും. കാരണം എല്ലാ ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം, അതിൻ്റെ ഓപ്പണൊക്കെ കയറ്റി നല്ലപോലെ തയ്ച്ചു കൊടുക്കണം. ഇങ്ങനത്തതൊക്കെ വരുമ്പോഴാണ് ഞാൻ 150 രൂപയൊക്കെ വാങ്ങിക്കുക. എല്ലാത്തൊക്കെ ആണെങ്കിൽ ഞാൻ 50 രൂപ, ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ 50 രൂപയ്ക്കാണ് കേട്ടോ വാങ്ങിക്കാറ്. ഇങ്ങനത്തതൊക്കെ അടിക്കുമ്പോൾ എനിക്ക് തോന്നി ഇതിലും നല്ലത്
അതായത് നമ്മൾ തുണി മേടിച്ചാൽ തുണി കട്ട് ചെയ്ത് തയ്ക്കുക എന്നുള്ളത് തോന്നും. പിന്നെ ഇതിന് കഴുത്ത് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടെന്നേ ഉള്ളൂ, ബാക്കി എല്ലാ ഭാഗവും നമ്മൾ സ്റ്റിച്ച് ചെയ്യണം, ഓപ്പൺ അടക്കം. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് 150 രൂപ വാങ്ങിക്കും കേട്ടോ. ഈ നാട്ടിൻപുറത്ത് നമ്മളെ പോലെയുള്ള ഈ വീട്ടമ്മമാരൊക്കെ ഉണ്ടല്ലോ, നമ്മൾ ഈ വീട്ടിലിരുന്ന് സ്റ്റിച്ച് ചെയ്യാതിരിക്കുക നല്ലത്. കാരണം നമുക്കിതിൽ വലിയ ലാഭം കിട്ടണില്ല. പിന്നെ നമുക്ക് അല്ലറ ചില്ലറ കുറച്ച് പണികൾ വരും. അവർക്കാണെങ്കിലും പൈസ തരാനും ഭയങ്കര മടിയാണ്. അല്ല ചുരിദാറോ ബ്ലൗസൊക്കെ തയ്ക്കാണ്ട് വെച്ചെങ്കിൽ അവർ പുറത്തെ കടയിൽ കൊടുത്തിട്ട് വലിയ എമൗണ്ടിന് സ്റ്റിച്ച് ചെയ്ത് വാങ്ങിക്കും. എന്നിട്ട് അതിന് എന്തെങ്കിലുമൊക്കെ കീറലോ തുന്നൽ വിടുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കൊടുന്നു തരും. പക്ഷേ അങ്ങനെയുള്ള പണികളാണ് ഏറ്റവും പ്രയാസപ്പെട്ടുള്ള പണികൾ. കാരണം എല്ലാം അഴിച്ച് പെറുക്കിയിട്ട് വേണം അതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. എന്നിട്ട് നമ്മൾ എന്തെങ്കിലും എമൗണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തരാനും ഒരുപാട് മടിയുള്ള ഒരുപാട് ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അതുപോലെ ഞാൻ മാക്സി ഷേപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ 50 രൂപയാണ് വാങ്ങിക്കാറ്. ചില ആളുകളൊന്നും അത്ര ഒന്നും വാങ്ങിക്കാറില്ല, ചില ആളുകൾ അതിൽ കൂടുതൽ എമൗണ്ട് വാങ്ങിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഞാൻ 50 രൂപ വാങ്ങിക്കാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, മാക്സി ഷേപ്പ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് 2 സൈഡ് മാത്രം അങ്ങ് ഷേപ്പ് ചെയ്ത് കൊടുക്കില്ല. ചില ആളുകൾക്കത് കഴുത്ത് ബാക്ക് കഴുത്തുണ്ടല്ലോ, ബാക്ക് കഴുത്ത് ഒന്നുകൂടെ ഇറക്കി വെട്ടണം, അത് വട്ടക്കഴുത്താണെങ്കിൽ ചതുരക്കഴുത്താക്കണം, നെക്ക് ആക്കണം, അങ്ങനെ പല മോഡലുകൾ വരും. ബാക്ക് കഴുത്ത് അങ്ങനെ ആക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ 2 സൈഡ് നമ്മൾ ഷേപ്പ് ചെയ്ത് കൊടുക്കണം, കൈക്കുഴിയും ഇതെല്ലാം നമ്മൾ മെഷർമെൻറ്റ്സ് കറക്റ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കണം. ചില ആളുകൾക്ക് ഫ്രണ്ടിൽ പോക്കറ്റ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ 50 രൂപ വാങ്ങിക്കുന്നത് നഷ്ടമാണെന്നേ ഞാൻ പറയുള്ളൂ. ഇത്രയും ചെയ്ത് കൊടുത്തിട്ടാണ് 50 രൂപ വാങ്ങിക്കുന്നത്. ജസ്റ്റ് 2 സൈഡ് ഇങ്ങനെ ഷേപ്പ് ആക്കണതിന് ഞാൻ 25 30 അങ്ങനെയൊക്കെയാണ് കേട്ടോ ഞാൻ വാങ്ങിക്കാറ്. നിങ്ങളവിടെ ഇങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുത്താലൊക്കെ എത്രയാണ് വാങ്ങിക്കുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇനി ഈ മെറ്റീരിയൽ കൊണ്ട് എനിക്കൊരു ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതൊരു റയോൺ മെറ്റീരിയലാണ്, 80 രൂപയാണ് മീറ്ററിൻ്റെ റേറ്റ്. അപ്പോൾ ഞാൻ 2 മീറ്റർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഈ ചുരിദാർ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് മറ്റു വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. സ്നേഹത്തോടെ അശ്വതി.